ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവര് അറസ്റ്റിൽ. സ്വർണ്ണക്കൊള്ളയ്ക്ക് പോറ്റിക്ക് അവസരമൊരുക്കി നൽകിയത് തന്ത്രിയാണെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. സ്വർണ്ണക്കൊള്ളയിൽ EDയും കേസെടുത്തു. മന്ത്രി MB രാജേഷിനെതിരെ പേരാമംഗലം പോലീസിൽ പരാതി നൽകി അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ അക്കര. താൻ നൽകിയ പരാതി മൂലമാണ് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണം പ്രതിസന്ധിയിലാതെന്ന മന്ത്രിയുടെ പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് അനിൽ അക്കര. 64ാം സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിക്ക് താമരയുടെ പേര് ഒഴിവാക്കിയതിൽ പ്രതിഷേധം. യുവമോർച്ച പ്രവർത്തകർ തൃശൂർ ടൗൺ ഹാളിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. താമരയുടെ പേര് ഒഴിവാക്കിയത് ബോധപൂർവമല്ലെന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. ജില്ലയിൽ വാഹനാപകടങ്ങളിൽ 3 യുവാക്കൾക്ക് ദാരുണാന്ത്യം. കുന്നംകുളത്ത് ബൈക്ക് നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലിടിച്ച 2 യുവാക്കളും തിരുവത്രയിൽ അജ്ഞാത വാഹനമിടിച്ച് ബൈക്ക് യാത്രികനും മരിച്ചു. ചൂണ്ടലിൽ 4 സംഘം വീട് കയറി ആക്രമിച്ചു. ആക്രമണത്തെ തുടർന്ന് ദമ്പതികൾക്ക് പരിക്കേറ്റു. വാഹനങ്ങൾ തല്ലി തകർത്തു. എരുമപ്പെട്ടി തിപ്പല്ലൂർ മാഞ്ഞാർപാടത്ത് കാട്ടുപന്നികൾ നെൽകൃഷി നശിപ്പിക്കുന്നത് പതിവാകുന്നു. കാട്ടുപന്നികളെ പിടികൂടാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർ രംഗത്ത്. വാർത്തകൾ വിശദമായി. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവര് അറസ്റ്റിൽ. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റിലായത്. സ്വർണ്ണക്കൊള്ളയ്ക്ക് പോറ്റിക്ക് അവസരമുണ്ടാക്കി നൽകിയത് തന്ത്രി കണ്ഠരര് രാജീവരാണെന്ന് അന്വേഷണ സംഘത്തിന് നിർണായക വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു അറസ്റ്റ്. തന്ത്രി ദേവസ്വം ബോർഡിൽ നിന്നും ശമ്പളം കൈപ്പറ്റുന്ന ആളായിരുന്നതിനാൽ അഴിമതി നിരോധന പരിധിയിലും തന്ത്രി ഉൾപ്പെടും. ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള തന്ത്രിയുടെ അറിവോടെയാണെന്ന് നടത്തുന്നതെന്നും കണ്ടെത്തൽ. തന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ളത് വലിയ സൌഹൃദമാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ EDയും കേസെടുത്തു. മന്ത്രി MB രാജേഷിനെതിരെ പേരാമംഗലം പോലീസിൽ പരാതി നൽകി അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ അക്കര. താൻ നൽകിയ പരാതി മൂലമാണ് ലൈഫ് മിഷൻ പദ്ധതിയിലെ വടക്കാഞ്ചേരി ഫ്ളാറ്റ് നിർമ്മാണം പ്രതിസന്ധിയിലായതെന്ന മന്ത്രിയുടെ പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കുന്നതും സത്യവിരുദ്ധമാണെന്നും അനിൽ അക്കര പറഞ്ഞു. തൃശൂർ പ്രസ് ക്ലബ്ബിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അനിൽ അക്കര. താൻ നൽകിയ ഏത് കേസാണ് വടക്കാഞ്ചേരി ഫ്ളാറ്റ് നിർമ്മാണം നിയമക്കുരുക്കിലാക്കിയതെന്ന് മന്ത്രി വ്യക്തമാക്കണം. താൻ നൽകിയ പരാതിയാണ് വടക്കാഞ്ചേരി ഫ്ളാറ്റ് നിർമ്മാണം നിയമക്കുരുക്കിലാക്കിയതെന്ന് തെളിയിക്കുകയാണെങ്കിൽ ആ പരാതി പിൻവലിക്കാൻ തയ്യാറാണ്. മന്ത്രിയുടെ പ്രസ്താവന സത്യവിരുദ്ധവും ഹൈക്കോടതിയെ അപമാനിക്കുന്നതുമാണെന്നും അനിൽ അക്കര പറഞ്ഞു. വടക്കാഞ്ചേരി ഫ്ളാറ്റ് നിർമ്മിക്കാൻ സർക്കാർ തീരുമാനമെടുത്തു. പക്ഷേ മുൻ വടക്കാഞ്ചേരി MLA അനിൽ അക്കര നൽകിയ കേസുമായി ബന്ധപ്പെട്ട് അതിനകത്തൊരു നിയമക്കുരുക്കുണ്ട്. ആ നിയമക്കുരുക്കിന്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഈ ഫ്ളാറ്റ് നിർമ്മാണം മുടങ്ങിക്കിടക്കുന്നത് എന്നുള്ള ഒരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഏത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് എന്നുള്ളത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. MB രാജേഷ് എന്ന് പറയുന്ന കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇന്നലെ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, വടക്കാഞ്ചേരിയിലെ മുൻ UDF MLA ആയ ഞാനും ഇപ്പോഴത്തെ അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റുമായ അനിൽ അക്കര നൽകിയ ഏത് കേസിന്റെ അടിസ്ഥാനത്തിലാണ് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ നിയമക്കുരുക്കിൽ കെടുക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയാൽ ആ കേസ് ഞാൻ ഇവിടെ വെച്ച് വിഡ്രോ ചെയ്യാൻ തയ്യാറാണ്. കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാണ്. അതല്ലെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുത്ത് അദ്ദേഹം ഇവിടെ വെച്ച് തന്നെ മാപ്പ് പറയും. CPM ഗൂഢാലോചനയുടെ ഭാഗമായാണ് മന്ത്രി MB രാജേഷ് തനിക്കെതിരെ പ്രസ്താവന നടത്തിയത്. മന്ത്രിക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് പേരാമംഗലം SHOയ്ക്ക് പരാതി നൽകിയെന്നും അനിൽ അക്കര അറിയിച്ചു. TCV തൃശൂർ. 64ാം സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിക്ക് താമരയുടെ പേര് ഒഴിവാക്കിയതിൽ യുവമോർച്ച പ്രവർത്തകർ തൃശൂർ ടൗൺ ഹാളിന് മുന്നിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു. തൃശൂർ ടൗൺ ഹാളിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും റവന്യൂ വകുപ്പ് മന്ത്രി K രാജനും പങ്കെടുക്കുന്ന ഗ്രീൻ വളണ്ടിയർമാർക്ക് പരിശീലനവും യൂണിഫോമും വിതരണവും നടന്ന
ടൗൺ ഹാളിന് മുൻപിലായിരുന്നു പ്രവർത്തകർ താമരപ്പൂവുമായി പ്രതിഷേധിക്കാനെത്തിയത്. പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകർ ടൗൺ ഹാളിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഇതിനിടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ പുറത്തു കാത്തുനിൽക്കേണ്ടി വന്നു. തുടർന്ന് വനിതകൾ അടക്കമുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷമാണ് മേയർക്ക് വേദിയിലേക്ക് എത്താനായത്. മന്ത്രി വി ശിവൻകുട്ടി വേദിയിലേക്ക് എത്തുന്നതിന് തൊട്ടുമുമ്പായിരുന്നു പ്രതിഷേധം. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് മനു പള്ളത്ത്, വൈസ് പ്രസിഡന്റുമാരായ അഞ്ജലി എടക്കാട്ടിൽ, ശ്രാവൺ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. തൃശൂരിൽ നടക്കുന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി ഗ്രീൻ വളണ്ടിയർമാർക്കുള്ള പരിശീലനവും സൗജന്യ യൂണിഫോം വിതരണവും നടന്നു. റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മുഖ്യാതിഥിയായിരുന്നു. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ കെ വാസുകി കുട്ടികൾക്ക് സന്ദേശം നൽകി. ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി കൺവീനർ ഡോക്ടർ പി ആർ രാമചന്ദ്രൻ, ചെയർപേഴ്സൺ ശ്രീവിദ്യ രാജേഷ്, ക്ലീൻ സിറ്റി മാനേജർ വി പി അജിത് തുടങ്ങിയവർ സംസാരിച്ചു. 13-ന് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 10,000 കുട്ടികളെ അണിനിരത്തി തൃശൂർ നഗരം പൂർണ്ണമായും ശുചീകരിക്കും. കുന്നംകുളം കാണിയാമ്പലിൽ ബൈക്ക് അപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. കാവലക്കാട് സ്വദേശികളായ കൂളിയാട്ടിൽ വീട്ടിൽ 26 വയസ്സുള്ള പ്രണവ്, മമ്പറമ്പിൽ വീട്ടിൽ 27 വയസ്സുള്ള ജിഷ്ണു എന്നിവരാണ് മരിച്ചത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. കാണിപ്പയ്യൂരിൽ നിന്നും ചായ കുടിച്ച് ബൈക്കിൽ വരികയായിരുന്ന ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് പനങ്ങായി ഇറക്കത്തിൽ വെച്ച് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു മറിയുകയായിരുന്നു. മറ്റൊരു ബൈക്കിൽ ഒപ്പമുണ്ടായിരുന്നവർ ഇവരെ കാണാത്തതിനെ തുടർന്ന് തിരിച്ചെത്തി നോക്കിയപ്പോഴാണ് അപകട വിവരം അറിയുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഇരുവരുടെയും ജീവൻ രക്ഷിക്കാനായില്ല. ചാവക്കാട് തിരുവത്ര അത്താണി ദേശീയപാതയിൽ അജ്ഞാത വാഹനമിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. എടക്കഴിയൂർ പഞ്ചവടി പഞ്ചായത്ത് ഗ്രൌണ്ടിന് സമീപം താമസിക്കുന്ന മണത്തല സ്വദേശി കുന്നത്ത് വീട്ടിൽ 44 വയസ്സുള്ള ഒലീദാണ് മരിച്ചത്. എടക്കഴിയൂർ കെൻസ് ആംബുലൻസ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചൂണ്ടലിൽ 4-അംഗ സംഘം വീട് കയറി ആക്രമിച്ചു. ആക്രമണത്തിൽ ദമ്പതികൾക്ക് പരിക്കേറ്റു. ബന്ധുവായ പെൺകുട്ടിയെ നിരന്തരം ശല്യം ചെയ്യുന്നത് ചോദ്യം ചെയ്ത വൈരാഗ്യത്തിലാണ് പെലക്കാട്ട് പയ്യൂരിൽ പ്രകാശനെയും ഭാര്യയെയും 4-അംഗ സംഘം ആക്രമിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. പ്രകാശന്റെ ബന്ധുവായ പെൺകുട്ടിയെ ആക്രമികളിൽ ഒരാൾ പുറകെ നടന്ന് ശല്യം ചെയ്തത് പ്രകാശന്റെ മകൻ ചോദ്യം ചെയ്തിരുന്നു. ഈ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പ്രകാശൻ പറഞ്ഞു. വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി സംഘം വാളുകൊണ്ട് വെട്ടാൻ ശ്രമിച്ചത് തടഞ്ഞതോടെ പ്രകാശന്റെ കൈക്ക് പരിക്കേറ്റത്. സമീപത്തെ കട്ടിലിൽ കിടന്നിരുന്ന പ്രകാശന്റെ ഭാര്യയെയും അക്രമി സംഘം മർദ്ദിച്ചതായി പറയുന്നു. ജനൽ ചില്ലും വീട്ടുപകരണങ്ങളും വീടിന്റെ മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന പെട്ടി ഓട്ടോറിക്ഷയും 2 ബൈക്കുകളും അക്രമികൾ അടിച്ചു തകർത്തു. മർദ്ദനത്തിൽ പരിക്കേറ്റ ഇരുവരെയും കുന്നംകുളത്തെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുന്നംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. എരുമപ്പെട്ടി തിപ്പല്ലൂർ മാഞ്ഞാർപാടത്ത് കാട്ടുപന്നികൾ നെൽകൃഷി നശിപ്പിക്കുന്നത് പതിവാകുന്നു. പന്നികളെ വെടിവെക്കുന്നതിന് ഷൂട്ടറുടെ സേവനം കൃത്യമായി നൽകുവാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. എരുമപ്പെട്ടി കൃഷിഭവന് കീഴിലുള്ള മാഞ്ഞാർപാടത്ത് 77 ഏക്കർ വിസ്തൃതിയിലാണ് നെൽകൃഷിയുള്ളത്. ഇതിൽ പല ദിവസങ്ങളിലായി നെൽവയലുകളിലെ 1.5 ഏക്കറോളം സ്ഥലത്തെ നെൽകൃഷി കാട്ടുപന്നികൾ നശിപ്പിച്ചു. രാപ്പകൽ വ്യത്യാസമില്ലാതെ കൂട്ടത്തോടെ വയലിലിറങ്ങുന്ന പന്നികൾ നെൽച്ചെടികൾ കുത്തിമറിക്കുകയും വരമ്പുകൾ നശിപ്പിക്കുകയും ചെയ്യുന്നത് പതിവായിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ സ്റ്റാർട്ടിങ് മുതലേ പന്നിയുടെ ശല്യം ഭയങ്കര രൂക്ഷമാണ്. ഇപ്പോൾ 1 മാസം കൊണ്ട് ചെയ്യണം കൊയ്യണമെങ്കിൽ. ഇതുവരെയ്ക്കും പഞ്ചായത്തിൽ ഞങ്ങൾ അപേക്ഷിച്ച് ഷൂട്ടർ ഏർപ്പാടാക്കിയെങ്കിലും കാര്യം ഉണ്ടായില്ല. ഒരുപാട് കൃഷിയാണ് ഡെയിലി വന്നിട്ട് കുത്തി നാശാക്കുന്നത്. രാത്രി 12 വരെ ഞങ്ങളിവിടെ കാവലിരിക്കുന്നുണ്ട്. പകലും ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെയും പകൽ വന്നു. ഇന്നലെ രാത്രി വന്നിട്ട് ഒരുപാട് കുത്തി നാശാക്കിയിട്ടുണ്ട്. സർക്കാരിന് സഹകരണമൊന്നും ഇതിനായിട്ടൊന്നും ഇല്ല, കിട്ടിയിട്ടില്ല. കിട്ടാനായിട്ട് അറിവില്ല. ഇപ്പൊ ഒരു 1.5 ഏക്കറോളം എന്തായാലും 2 ഭാഗം കൂടിയിട്ടാകുമ്പോ അതിൽ മേലെ ഉണ്ടാവുള്ളൂ. ഒന്നായിട്ടല്ല, പല സ്ഥലങ്ങളായിട്ട് ഒരു 1.5 ഏക്കറോളം എന്തായാലും നാശമായിട്ടുണ്ട്. അർദ്ധരാത്രിയിലും പുലർച്ചെയും കർഷകർ കാവലിരുന്ന് പാട്ട കൊട്ടിയും പടക്കം പൊട്ടിച്ചും പന്നികളെ തുരത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത് പ്രായോഗികമാകുന്നില്ല. പന്നികളെ വെടിവെക്കാൻ ഷൂട്ടറെ ലഭിക്കാൻ എരുമപ്പെട്ടി പഞ്ചായത്തിലും കൃഷിഭവനിലും അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും സേവനം കൃത്യമായി ലഭിക്കുന്നില്ല എന്ന പരാതിയും
കർഷകർക്കുണ്ട്. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ധനസഹായം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും അല്ലാത്ത പക്ഷം കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണെന്നും കർഷകർ പറയുന്നു. TCV എരുമപ്പെട്ടി. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. മലയാളിയുടെ കാതോരം ചേർന്ന് ദശാബ്ദങ്ങളോളം സ്നേഹത്തോടെ പാടിയിരുന്ന ഒരു സ്വരം നിശബ്ദമായിട്ട് ഇന്നേക്ക് 1 വർഷം. ഭാവഗായകൻ പി ജയചന്ദ്രന്റെ വേർപാട് മലയാള സംഗീത ലോകത്തിന് ഇന്നും നികത്താനാകാത്ത നഷ്ടമായി തുടരുകയാണ്. ഒഴുകി നമ്മെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ ആ സ്വരം ഓരോ പാട്ടിലൂടെയും മലയാളിയുടെ മനസ്സിൽ അത്ഭുതങ്ങൾ തീർത്തു. സ്നേഹിക്കാനും പ്രണയിക്കാനും സന്തോഷിക്കാനും സങ്കടപ്പെടാനും ജീവിതത്തിന്റെ എല്ലാ വികാരങ്ങൾക്കും ഒപ്പമുണ്ടായിരുന്ന നിരവധി ഗാനങ്ങളാണ് അദ്ദേഹം മലയാളത്തിന് സമ്മാനിച്ചത്. ഇളം കാറ്റിലാടി വരുങ്ങി കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. മനസ്സിന്റെ ഏതൊരു ഭാവത്തിനും ചേരുന്ന പാട്ടുകൾ. പല കഥാപാത്രങ്ങൾക്കായി പല ഭാവങ്ങളിൽ പാടിയെങ്കിലും അതെല്ലാം ഒരേ കണ്ടത്തിലൂടെ മലയാളിയെ സ്പർശിച്ച സ്വരങ്ങൾ. കാലം മാറിയാലും മായാതെ നിലനിൽക്കുന്ന നിത്യഹരിതമായി തുടരുന്ന ഗാനങ്ങൾ. 1966 കളിത്തോഴൻ എന്ന ചിത്രത്തിലെ പി ഭാസ്കരൻ എഴുതിയ മഞ്ഞിലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനത്തിലൂടെയാണ് ആ സ്വരം മലയാളി ആദ്യമായി വ്യക്തമായി തിരിച്ചറിഞ്ഞത്. അത് കേട്ട ശേഷം സംഗീത സംവിധായകൻ G. ദേവരാജൻ പറഞ്ഞ വാക്കുകൾ ഇന്നും ഓർമ്മയാകുന്നു. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. ഞാൻ പുതിയൊരു സ്വരം കണ്ടെത്തിയിരിക്കുന്നു, തന്റെ ഇടമുള്ള മലയാളി സ്വരം. ആ സ്വരത്തിന്റെ ജൈത്രയാത്രയായിരുന്നു പിന്നീടുള്ള ജയചന്ദ്രൻ. പാട്ടിലും അദ്ദേഹം തന്റെ പേരെഴുതി കാലത്തിന് മായ്ക്കാനാവാത്ത വിധം. അതിനാൽ തന്നെ ഓരോ ജയചന്ദ്രൻ പാട്ടും ഇന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അന്നും ഇന്നും എന്നും മലയാളം ഉള്ളിടത്തോളം മരിക്കാത്ത ആ സ്വരത്തിന് ന്യൂസ് ഡെസ്ക് TCV. മലയാളികളുടെ ഇടയിൽ വലിയ സ്വാധീനം ചെലുത്തിയ മഹത് വ്യക്തിത്വമായിരുന്നു മലയാളികളുടെ എക്കാലത്തെയും ഭാവഗായകൻ പി ജയചന്ദ്രൻ എന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പറഞ്ഞു. ഗീതം സംഗീതത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പി ജയചന്ദ്രന്റെ 1ാം ഓർമ്മദിനത്തിൽ സാഹിത്യ അക്കാദമി സ്മൃതി മണ്ഡപത്തിൽ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാഞ്ജലി അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംഗീത സംവിധായകൻ മോഹൻ സിത്താര, ഗീതം സംഗീതം രക്ഷാധികാരി ജയരാജ് വാര്യർ, പ്രസിഡന്റ് മുഹമ്മദ് റഷീദ്, സെക്രട്ടറി സുകുമാരൻ, ചിത്ര സൗദം, ട്രഷറർ മധു അനലൂർ, ഗീതം സംഗീതം പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഭരതൻ സ്മൃതിവേദിയുടെ ആഭിമുഖ്യത്തിൽ സംഗീത സംവിധായകൻ പി ജയചന്ദ്രന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് തൃശൂരിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ നടന്ന ചടങ്ങ് മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. MP സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. P ബാലചന്ദ്രൻ MLA അനുസ്മരണ പ്രഭാഷണം നടത്തി. സംഗീത സംവിധായകരായ ഔസേപ്പച്ചൻ, വിദ്യാധരൻ മാസ്റ്റർ, ഫാദർ പോൾ പൂവത്തിങ്കൽ, പ്രദീപ് സോമസുന്ദരൻ, കഥാകൃത്ത് N രാജൻ, സംവിധായകരായ അനിൽ സി മേനോൻ, ദർശൻ, നടി ശ്രാവണ, നടന്മാരായ സുനിൽ സുഗത,
ബാലസുബ്രഹ്മണ്യൻ, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, ഭരതൻ സ്മൃതിവേദി വൈസ് ചെയർമാൻ B. വേണുഗോപാൽ, ഷിബു ടുലിപ്സ് എന്നിവർ പങ്കെടുത്തു. LSOയ്ക്ക് വേണ്ടി മുഖ്യാതിഥി ഷിബു ടുലിപ്സ് പുഷ്പാർച്ചനയും നന്ദിയും രേഖപ്പെടുത്തി. പാറമേക്കാവ് ക്ഷേത്രത്തിലെ വേല ഇന്ന് ആഘോഷിക്കുന്നു. രാവിലെ അമ്പലപ്പുഴ വിജയകുമാറിന്റെ അഷ്ടപതി നടന്നു. വൈകിട്ട് ചോറ്റാനിക്കര നന്ദപ്പന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം നടക്കും. തുടർന്ന് കള്ളത്തുപാട്ടും തായമ്പകയും ഉണ്ടാകും. രാത്രി 10-ന് 9 ഗജവീരന്മാരുടെ അകമ്പടിയോടെ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് നടക്കും. തുടർന്ന് വെടിക്കെട്ടുമുണ്ടാകും. തൊഴിലുറപ്പ് സംവിധാനത്തെ അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ അരിമ്പൂർ പഞ്ചായത്ത് NREG വർക്കേഴ്സ് CITUവിന്റെ നേതൃത്വത്തിൽ വാർഡ് തലത്തിൽ അസംബ്ലി സംഘടിപ്പിച്ചു. യൂണിയൻ മണലൂർ ഏരിയ സെക്രട്ടറി KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. NREG വർക്കേഴ്സ് യൂണിയൻ അരിമ്പൂർ പഞ്ചായത്ത് സെക്രട്ടറി VP സുരേഷ് അധ്യക്ഷത വഹിച്ചു. CPM കുന്നത്തങ്ങാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K. രാഗേഷ്, CN ചന്ദ്രിക, KR വർഗീസ്, EK ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവില്ലാമല പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച് LDF അംഗങ്ങൾ. ചേലക്കര പണവും സ്വാധീനവും ആൾബലവും ഉപയോഗിച്ച് വരണാധികാരിയെ അനുകൂലമാക്കി ജനാധിപത്യ മര്യാദ ലംഘിച്ചാണ് തെരഞ്ഞെടുപ്പ് നടത്തിയതെന്നാണ് LDFന്റെ ആരോപണം. തുടർന്ന് നടന്ന പ്രതിഷേധത്തിൽ LDF അംഗങ്ങളായ S. ദിലീപ്, KR മനോജ് കുമാർ, K. സജയ് കുമാർ, PN മോഹൻദാസ്, P. അമ്പിളി തുടങ്ങിയവർ പങ്കെടുത്തു. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ പ്രചരണത്തിനുമുണ്ട് പ്രത്യേകതകൾ. പരിസ്ഥിതി സൌഹാർദ്ദ പ്രചരണ രീതിയാണ് ഗ്രാമകം പ്രാധാന്യം നൽകുന്നത്. ചിത്രശില്പ അഭിനയത്രയങ്ങളുടെ സമന്വയമാണ് വേലൂർ ഗ്രാമകം നാടകോത്സവം. 5 ദിവസം ആയിരങ്ങൾ നെഞ്ചേറ്റുന്ന നാടകോത്സവ പ്രചരണങ്ങൾ പരമാവധി പരിസ്ഥിതി സൌഹാർദ്ദമാക്കുക എന്നതാണ് സംഘാടകരുടെ ലക്ഷ്യം. അതിൽ പ്രധാനപ്പെട്ട ഒരിനമാണ് മരമെഴുത്ത്. വേലൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ഗ്രാമവീഥികളിലെ മരങ്ങളിലാണ് ഗ്രാമകത്തിലെ കലാകാരന്മാർ നാടകോത്സവത്തിന്റെ വരവറിയിച്ച് എഴുതുന്നത്. കേച്ചേരി വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ ഏകദേശം 14 കിലോമീറ്റർ ദൂരത്തിലും ഗ്രാമങ്ങളിലെ വിവിധ പാതകളിലും ഇരുവശങ്ങളിലുമുള്ള മരങ്ങളിലാണ് നാടകോത്സവത്തെ അടയാളപ്പെടുത്തുന്നത്. ആർട്ടിസ്റ്റ് KK മോഹൻ, CF രാജു, KK രാജൻ തുടങ്ങിയവരാണ് പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ വർഷം ചുരുങ്ങിയ ഇടങ്ങളിൽ മാത്രമാണ് ഫ്ലക്സുകൾ മറ്റുള്ള സംവിധാനങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇതിന്റെ ഭാഗമായിട്ടാണ് മരങ്ങളിലെ ഈ കുമ്മായടിച്ച് കളറടിച്ച് ചെയ്യാമെന്നുള്ള ഒരു സാധ്യത ആലോചിക്കുന്നതും അത് സമൂഹത്തിനും പ്രകൃതിക്കും ഗുണം ചെയ്യുന്നതാണെന്നും സാമ്പത്തികമായിട്ടും ലാഭം ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള പ്രചരണമാണെന്നുള്ളത് എൻ്റെ മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഈ വർഷം അത് വളരെ വിപുലമായ രീതിയിൽ കേച്ചേരി മുതൽ പുറാഞ്ചേരി വരെയുള്ള ദൂരം ഒരു 14 കിലോമീറ്ററോളം ദൂരമുണ്ട്. ആ ദൂരത്തിന്റെ 2 സൈഡിൽ നിൽക്കുന്ന മരങ്ങളിൽ മുഴുവൻ കുമ്മായി അടിച്ച് അതിന് മുകളിൽ കളറുകൾ ചേർത്ത് ഗ്രാമകത്തിന്റെ പ്രചരണം നടത്തുന്നത്. ചിലവ് കുറയ്ക്കുക, ഫ്ലക്സുകൾ പരമാവധി ഒഴിവാക്കുക എന്ന ലക്ഷ്യവും മരമെഴുത്തിന് പുറകിലുണ്ട്. പ്രകൃതി സൗഹാർദ്ദ നിറങ്ങളാണ് എഴുതുവാനും വരയ്ക്കുവാനും ഉപയോഗിക്കുന്നത്. 2026 ഏപ്രിൽ 8 മുതൽ 12 വരെ വേലൂർ RSRV ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് നാടകോത്സവം നടക്കുന്നത്. കേരളത്തിലെ പ്രസിദ്ധ അമേച്വർ നാടക സംഘങ്ങൾ പങ്കെടുക്കും. TCV ന്യൂസ്, എരുമപ്പെട്ടി. എടക്കഴിയൂർ സയ്യിദ് ഹൈദ്രൂസ് ഇമ്പിച്ചിക്കോയ തങ്ങളുടെയും സഹോദരി സയ്യിദ് ഫാത്തിമ B. കുഞ്ഞിബീവിയുടെയും ജാറത്തിലെ 168ാമത് ചന്ദനക്കുടം കൊടിക്കുത്ത് നേർച്ചയ്ക്ക് തുടക്കമായി. രാവിലെ കൊഴപ്പാട്ട് അയ്യപ്പുവിന്റെ വസതിയിൽ നിന്നും ആരംഭിച്ച ആദ്യ കാഴ്ച ജാറം അങ്കണത്തിൽ എത്തിച്ചേർന്നു. രാത്രി വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ജാറാം അങ്കണത്തിൽ തിരുമുൽ കാഴ്ച എത്തിച്ചേരും. നാളെ രാവിലെ കൊടികയറ്റ കാഴ്ചകൾ ജാറാം അങ്കണത്തിൽ എത്തി കൊടി ഉയർത്തും. സംസ്ഥാന ദേശീയ അന്തർദേശീയ പുരസ്കാര ജേതാവായ MG ശശി തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത ഇടിമുഴങ്ങിയത് ആർക്കുവേണ്ടി എന്ന ഡോക്യുമെന്ററിയുടെ ആദ്യ പ്രദർശനം ഞായറാഴ്ച തൃശൂർ കൈരളി തിയേറ്ററിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം എഴുത്തുകാരി സാറ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ചേതന മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട്, വിബ്ജിയോർ ഫിലിം കളക്ടീവ്, അച്ചു ടാക്കീസ് എന്നിവർ ചേർന്നാണ് പ്രദർശനമൊരുക്കുന്നത്.
ലാലൂർ മലിനീകരണ വിരുദ്ധ സമരനായകൻ TK വാസുവിന്റെ സാമൂഹ്യ ജീവിതം അരനൂറ്റാണ്ട് പിന്നിട്ടതോടനുബന്ധിച്ച് ഞായറാഴ്ച തൃശൂരിൽ സമാധാരണ സമ്മേളനം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് 3-ന് തൃശൂർ ജവഹർ ബാലഭവനിൽ നടക്കുന്ന സമാധാരണ സമ്മേളനം പ്രൊഫസർ സാറ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ലാലൂർ സമരത്തിൽ പങ്കെടുത്ത പ്രവർത്തകരെ സമ്മേളനത്തിൽ ആദരിക്കും. TK വാസുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയ വീഡിയോ പ്രദർശനവും നിലപാട് എന്ന പുസ്തകത്തിന്റെ കവർ പ്രകാശനവും ഇതോടൊപ്പം നടക്കും. പൂനം റഹീം, ശരത് ഷേലൂർ, ഐ ഗോപിനാഥ്, അഡ്വക്കേറ്റ് രഘുനാഥ് കഴുങ്കിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നിരവധി പുത്തൻ സാങ്കേതിക വിദ്യകൾ ക്രോഡീകരിച്ച് ഭാരത സർക്കാർ ഇനി മുതൽ പുറത്തിറക്കുന്ന ആധാർ മാസ്കോട്ടിൽ ചാലക്കുടിക്കാരൻ രൂപകൽപ്പന ചെയ്ത മുദ്ര. പുതിയ ആധാർ മാസ്കോട്ട് കഴിഞ്ഞ ദിവസം യൂണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയിരുന്നു. Meet Uday, the new face of Aadhaar. Hello Bharat, I am Uday, your smart, friendly Aadhaar buddy. I'll be your friend to tell you about various developments around Aadhaar. പടിഞ്ഞാറെ ചാലക്കുടി കാരൂർ റോഡിൽ താമസിക്കുന്ന തൈവളപ്പിൽ അരുൺ ഗോകുൽ തയ്യാറാക്കിയ എംബ്ലമാണ് കാർഡിൽ ഇടം പിടിച്ചത്. രാജ്യത്താകെ ഓൺലൈനിലൂടെ മത്സരാടിസ്ഥാനത്തിലായിരുന്നു എൻട്രികൾ ക്ഷണിച്ചത്. കഴിഞ്ഞ ഒക്ടോബർ 30-നാണ് ഏതാനും മണിക്കൂറുകളുടെ പ്രയത്നത്തിൽ അരുൺ ഗോകുൽ എംബ്ലം തയ്യാറാക്കിയതും അയച്ചതും. കുട്ടികൾ മുതൽ വയോധികർ വരെ ആകർഷിക്കപ്പെടും വിധം പുഞ്ചിരിക്കുന്ന മനുഷ്യരൂപമായിരുന്നു സൃഷ്ടിക്കായി നിർദ്ദേശിച്ചത്. ഒപ്പം തികച്ചും നിഷ്കളങ്കതയും നേളിക്കണം. ഇവയെല്ലാം ധൃതിയിൽ ഒരുക്കുമ്പോൾ ബിടെക് ബിരുദധാരിയും കൊച്ചി ഗ്രീൻഫീൽഡ് ലോജിസ്റ്റിക് LLP കമ്പനിയിലെ ഡെപ്യൂട്ടി ഓപ്പറേഷൻ മാനേജറുമായ അരുൺ ഗോകുൽ ഇത് രാജ്യത്താകമാനം അറിയപ്പെടുന്ന സൃഷ്ടിയായി മാറുമെന്ന് സ്വപ്നത്തിൽ പോലും നനച്ചിരുന്നില്ല. എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു എന്ന് അരുൺ പറഞ്ഞു. യാദൃശ്ചികമായിട്ടാണ് ഇങ്ങനൊരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തത്. കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇങ്ങനെ സ്മൈലി ഫേസ് ആയിരിക്കണം, വളരെ സിമ്പിൾ ആയിരിക്കണം, പിന്നെ ചെറിയ കുട്ടികൾ തുടങ്ങി പ്രായമായവർക്ക് വരെ അത് സ്ട്രൈക്ക് ആവണമെന്ന്. സാധാരണ ഒരു ഐഡന്റി കാർഡിനപ്പുറം ഈ ഒരു മസ്കറ്റിന്റെ രൂപമായിരിക്കും എല്ലാവരുടെ മൈൻഡിലേക്ക് വരേണ്ടത്. അപ്പോൾ ആ ഒരു മൈൻഡ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ സഡനായിട്ടൊരു ഡിസൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്തു. പക്ഷേ ഗിഫ്റ്റ് കിട്ടിയ എന്തായാലും അത് വളരെയധികം സന്തോഷം. ഫസ്റ്റ് ആയിട്ടൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. 50,000 രൂപയുടെ ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റുകളും യുവാവിന് ലഭിക്കും. രാജ്യത്താകെ 875 എൻട്രികൾ UIDAIക്ക് ലഭിച്ചു. മാസ്കോട്ടിന് ഉദയ് എന്ന പേര് നിർദ്ദേശിച്ച ഭോപ്പാലിൽ നിന്നുള്ള റിയ ജെയിൻ നാമകരണ മത്സരത്തിൽ 1ാം സ്ഥാനക്കാരിയായി. TCV ന്യൂസ്, ചാലക്കുടി. തൃപ്രയാർ മേൽതൃക്കോവിൽ ശിവക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം ആറാട്ടോടെ സമാപിച്ചു. ക്ഷേത്രം തന്ത്രി പഴങ്ങാമ്പറമ്പ് മന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി ഹരി നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വർണ്ണമഴ, ചെറുശ്ശേരി ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ തിരിച്ചെഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് രാമൻ ചേർത്തേടത്ത്, സെക്രട്ടറി ഹരിദാസ് ആലക്കൽ, ട്രഷറർ K കൃഷ്ണമൂർത്തി, വൈസ് പ്രസിഡന്റുമാരായ ഗൌരി, CK പാറൻകുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. JCI തൃശൂർ ജില്ലാ ഘടകത്തിലെ പുതിയ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച തൃശൂരിൽ നടക്കും. JCI തൃശൂരിന്റെ പ്രസിഡന്റായി പ്രജിത അജിത്, സെക്രട്ടറിയായി മീര ആന്റോ, ട്രഷററായി രാഹുലെ R എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രജിത അജിത്, മീര ആന്റോ, ബിജോയ് റാഫേൽ, പ്രോഗ്രാം ഡയറക്ടർ ഡോക്ടർ ജിനി അലക്സ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാവക്കാട് നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നു. വികസനം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി 17-ാം വാർഡിലെ P യതീന്ദ്രദാസിനെ തിരഞ്ഞെടുത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ലിഷ മത്രങ്കോട്ട്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി സഫൂറ ബക്കർ, ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി KH സലാമിനെയും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി രഞ്ജിത് കുമാറിനെയും തിരഞ്ഞെടുത്തു. കടങ്ങോട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി UV ഗിരീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി സുഖിജ സുമേഷ്, വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി PA ഉണ്ണികൃഷ്ണൻ എന്നിവരെ തെരഞ്ഞെടുത്തു. തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ അനില ജോസഫ് അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് T അരവിന്ദാക്ഷൻ, CPI മണ്ഡലം കമ്മിറ്റി അംഗം TP ജോസഫ്, AV ബാലൻ, CPI പന്നിത്തടം ലോക്കൽ സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു.
പെരിഞ്ഞനം RMVHS സ്കൂളിൽ വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുജിത സലീഷ് ആദരിച്ചു. വാർഡ് മെമ്പർ ഹഷീറ ബഷീർ സമ്മാനദാനം നിർവഹിച്ചു. അവരിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുവാൻ നമ്മൾ ഏത് നാട്ടിൽ പോയാലും വെള്ളപ്പേപ്പറിൽ മണ്ടേല വരകളിലൂടെ വിസ്മയം തീർത്ത കാഞ്ഞിരിക്കോട് സ്വദേശിനി ദിയ. പഠനത്തിനോടൊപ്പം ഈ സവിശേഷ കലാരൂപം തന്റേതായ ഇടം കണ്ടെത്തുകയാണ് മൾട്ടിമീഡിയ വിദ്യാർത്ഥിനിയായ ദിയ. കാഞ്ഞിരക്കോട് പട്ടുകുളം വീട്ടിൽ സുമേഷ് ശ്രീജ ദമ്പതികളുടെ മകളായ ദിയയാണ് തന്റെ വ്യത്യസ്തമായ വരകളിലൂടെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. സാധാരണയായി വൃത്തത്തിനുള്ളിൽ ഒതുങ്ങുന്ന മണ്ടേല രൂപങ്ങളെ മാറ്റി നിർത്തി പ്രിയതാരം മോഹൻലാൽ, ചാർലി ചാപ്ലിൻ, തെയ്യം, ആന, സിംഹം തുടങ്ങി വൈവിധ്യമാർന്ന ചിത്രങ്ങളാണ് തൃശൂരിൽ മൾട്ടിമീഡിയ 3ാം വർഷ വിദ്യാർത്ഥിനിയായ ദിയ തയ്യാറാക്കുന്നത്. ഓരോ ചിത്രത്തിലും ആയിരക്കണക്കിന് സൂക്ഷ്മമായ വരകളും ഡിസൈനുകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാഞ്ഞിരക്കോട്ടുള്ള അച്ഛന്റെ കടയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ഈ ചിത്രങ്ങൾ കണ്ട് നിരവധി പേരാണ് ഇപ്പോൾ ഈ കലാകാരിയെ തേടിയെത്തുന്നത്. മാതാപിതാക്കളും സഹോദരൻ പീയൂഷും ദിയയുടെ കലാസഭയ്ക്ക് എല്ലാവിധ പ്രോത്സാഹനവുമായി ഒപ്പമുണ്ട്. TCV ന്യൂസ്, എരുമപ്പെട്ടി. തെരുവുനായയുടെ ആക്രമണത്തിൽ പൂവത്തൂരിൽ ആട് ചത്തു. എളവള്ളി മുളന്തറ വലിയകത്ത് പാത്തുമോളുടെ വീട്ടിൽ വളർത്തുന്ന ആടിനെയാണ് തെരുവുനായ്ക്കൂട്ടം കടിച്ചുകൊന്നത്. 10,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. തിരുവില്ലാമല പഞ്ചായത്തിലെ കർഷകർക്കുള്ള സൗജന്യ മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിതരണം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് P. കൃഷ്ണപ്രസാദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷീല പണിക്കർ അധ്യക്ഷയായിരുന്നു. ഫിഷറീസ് അക്വാകൾച്ചർ പ്രൊമോട്ടർ ശാലിനി ഗിരീഷ്, ജയചിത്ര എന്നിവർ പങ്കെടുത്തു. 65 മത്സ്യകൃഷികൾക്കായി 55,200 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്തത്. പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ നവീകരിച്ച കമ്പ്യൂട്ടർ ലാബ് വിദ്യാർത്ഥികൾക്കായി തുറന്നുകൊടുത്തു. വെങ്കിടങ് പഞ്ചായത്ത് അംഗം റീനിത കബീർ ഉദ്ഘാടനം നിർവഹിച്ചു. PTA വൈസ് പ്രസിഡന്റ് AP മുജീബ്, സ്കൂൾ പ്രിൻസിപ്പാൾ ഇൻചാർജ് OH ഹബി, ഹെഡ് മിസ്ട്രസ് VC ബോസ്, മദർ PTA പ്രസിഡന്റ് അസ്മ ഷക്കീർ തുടങ്ങിയവർ സംസാരിച്ചു. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് 6 വർഷമായി ചികിത്സയിൽ കഴിയുന്ന തൃശൂർ അഞ്ചേരി സ്വദേശിനിയായ 22-കാരി സുമനസുകളുടെ സഹായം തേടുന്നു. അഞ്ചേരി ആൻസി റോഡിൽ താമസിക്കുന്ന സ്വാതി ഗോപിയാണ് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ബുദ്ധിമുട്ടുന്നത്. 6 വർഷമായി കൃത്രിമ ഓക്സിജൻ ഉപകരണത്തിന്റെ സഹായത്താലാണ് ശ്വാസം നിലനിർത്തുന്നത്. നിലവിൽ സെക്കന്ദരാബാദിലെ യശോദ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ശസ്ത്രക്രിയയ്ക്കും അനുബന്ധ ചിലവുകൾക്കുമായി 80 ലക്ഷത്തോളം രൂപയാണ് ചിലവ് വരിക. നിർധന കുടുംബാംഗമായ സ്വാതിയുടെ ചികിത്സാ സഹായത്തിനായി റവന്യൂ മന്ത്രി K. രാജൻ രക്ഷാധികാരിയും ഡിവിഷൻ കൌൺസിലർ കരോളിൻ ജോഷ്വ ചെയർപേഴ്സണുമായും 15-അംഗ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. സുമനസുകൾക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഒല്ലൂർ ശാഖയിലുള്ള സന്ധ്യ ഗോപി, ആന്റോ ജോസഫ് എന്നിവരുടെ പേരിലുള്ള 05350500007293 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. കൊടകര പുത്തുകാവ് താലപ്പൊലിയോടനുബന്ധിച്ച് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം ചേർന്നു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം പ്രസിഡന്റ് KS സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി, പഞ്ചായത്ത് അംഗങ്ങളായ വിനയൻ തോട്ടപ്പിള്ളി, മിനിദാസൻ, സുമി ബിജു, താലപ്പൊലി ജനറൽ കൺവീനർ MLV നായർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രായം വെറും നമ്പർ മാത്രമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് തൃശൂരിലെ ഒരു കൂട്ടം അമ്മമാർ. 60 വയസ്സ് കഴിഞ്ഞ 10 അമ്മമാരുടെ ഭരതനാട്യം അരങ്ങേറ്റം പ്രായത്തിന്റെ അവശതകളെ നിഷ്പ്രഭമാക്കി. തൃശൂർ കുട്ടനല്ലൂർ ഹിൽ ഗാർഡൻസ് റെസിഡൻസ് അസോസിയേഷനിലെ 10 അമ്മമാരാണ് ഭരതനാട്യം എന്ന ആഗ്രഹം നിറവേറ്റിയത്. 3 വർഷത്തെ പഠനത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം നടന്ന അരങ്ങേറ്റം അമ്മമാരുടെ സ്വപ്ന സാക്ഷാത്കാരം കൂടിയായിരുന്നു. അരങ്ങേറ്റ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ അമ്മമാരുടെ ഭർത്താക്കന്മാർ എത്തിയതോടെ ഉദ്ഘാടന ചടങ്ങും വേറിട്ടതായി മാറി.
3 വർഷങ്ങൾക്ക് മുൻപ് റെസിഡൻസ് അസോസിയേഷനിൽ നടന്ന ഒരു പരിപാടിയിൽ തിരുവാതിരക്കളിയായിട്ടാണ് അമ്മമാർ ആദ്യമായി ഒത്തുചേർന്നത്. തുടർന്ന് റെസിഡൻസ് അസോസിയേഷനിലെ താമസക്കാരിയായ RLV സൗമ്യ സുജിത്താണ് അമ്മമാരെ നൃത്തം പഠിപ്പിക്കാമെന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഒരു തിരുവാതിരയാണ് ആദ്യമായിട്ട് ഇവിടെ സെറ്റ് ചെയ്യാൻ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഡാൻസ് പഠിക്കുകയാണെങ്കിൽ നന്നായിരിക്കും, നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും പറയണ പോലെ സാധാരണയായിട്ട് ഇങ്ങനെ തന്നെ പറഞ്ഞു, ഞങ്ങൾ വയസ്സായവരല്ലേ, ഞങ്ങൾക്ക് കാലുവേദനയാണ്, മുട്ടുവേദനയാണ്, ഞങ്ങൾക്ക് കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതൊന്നും ഈ പ്രായത്തിൽ നടക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്ന് ചെയ്ത് നോക്കി നോക്ക്, പറ്റുമെന്ന് നോക്ക്, ചെയ്ത് നോക്കാണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും പെട്ടെന്ന് ഇത് പറ്റില്ല എന്ന് പറയണേന്ന് പറഞ്ഞപ്പോൾ ഒരു ചെയ്യാന്ന് പറഞ്ഞു. 3 വർഷമായി ഇപ്പോൾ പഠിക്കണേ. അങ്ങനെ ഒരു അരങ്ങേറ്റം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എന്ത് പഠിക്കുകയാണെങ്കിൽ അതിനൊരു പൂർണ്ണത വേണമല്ലോ. ഇപ്പോഴത്തെ ഒരു കാലഘട്ടം മാറിയില്ലേ, ഇപ്പോൾ വീട്ടിലിങ്ങനെ എല്ലാവരും ചടഞ്ഞുകൂടിയിരിക്കുക എന്നുള്ളൊരു രീതിയൊക്കെ മാറിയില്ലേ. എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിനിപ്പോൾ ഒരു ഏജൊന്നും ഒരു തടസ്സമല്ല. ഇപ്പോൾ പ്രായവും അവശതകളും തങ്ങൾക്ക് പറ്റുമോ എന്ന ആശങ്ക അമ്മമാർ പങ്കുവെച്ചെങ്കിലും ടീച്ചർ സൗമ്യ നൽകിയ പിന്തുണയാണ് അരങ്ങേറ്റം വരെ എത്താൻ കഴിഞ്ഞതെന്ന് അമ്മമാർ പറഞ്ഞു. റിട്ടയർ ചെയ്തതിന് ശേഷം ഡാൻസിന് ഭയങ്കര പാഷൻ ഉണ്ടായിരുന്ന കുറച്ച് പേരെ കൂട്ടി അങ്ങനെ നോക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു ടീച്ചറെ കിട്ടിയത്, സൗമ്യ ടീച്ചറെ. ഞങ്ങളെല്ലാവരും എബവ് 60 ആണ്. അപ്പം ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ കിട്ടിയ ടീച്ചർ വളരെ ക്ഷമയും സ്നേഹവും വളരെ പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭരതനാട്യത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. കഴിഞ്ഞ അടവുകൾ പഠിച്ചു. അപ്പോൾ ഏകദേശം ഒരു 3 വർഷം ആവാറായി ഞങ്ങൾ ഇത് പഠിച്ചു തുടങ്ങിയിട്ട്. റെസിഡൻസ് അസോസിയേഷനിലെ താമസക്കാരും മക്കളും പേരക്കുട്ടികളും പ്രോത്സാഹനവുമായി എത്തിയതോടെ സദസ്സും പ്രൗഢഗംഭീരമായി. TCV ന്യൂസ്, തൃശൂർ. കേരള കലാ സാംസ്കാരിക വേദിയുടെ 6ാമത് വാർഷികാഘോഷം നാളെ തൃപ്രയാർ പ്രിയദർശിനി ഹാളിൽ വിവിധ പരിപാടികളോടെ നടക്കും. വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം സിനിമാ നിർമ്മാതാവ് KP മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ ലിഷോയ്, കോർഡിനേറ്റർ രാജൻ വെള്ളേക്കാട്ട്, അംബരീഷ് തളിക്കുളം തുടങ്ങിയവർ പങ്കെടുത്തു. പഴഞ്ഞി കോട്ടൂൽ ഫെസ്റ്റ് ആഘോഷിച്ചു. വാദ്യമേളങ്ങളും ആനകളുമായി പ്രാദേശിക ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് കോട്ടൂൽ ഫെസ്റ്റ് ആഘോഷിച്ചത്. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 17 ഗജവീരന്മാർ അണിനിരന്നു. പാവറട്ടി വെൺമേനാട് പോവിൽ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിൽ പഞ്ചാരിമേള അരങ്ങേറ്റം നടന്നു. വാദികലാക്ഷേത്രം അധ്യാപകൻ നിഖിൽ പാവറട്ടിയുടെ കീഴിൽ ചെണ്ട അഭ്യസിച്ച 8 വിദ്യാർത്ഥികളാണ് ക്ഷേത്ര സന്നിധിയിൽ അരങ്ങേറ്റം നടത്തിയത്. മേള പ്രമാണി ചെറുശ്ശേരി കുട്ടന്മാരാർ, വാദ്യകലാ സാരഥി ഇരിങ്ങപ്പുറം ബാബു എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു അരങ്ങേറ്റം. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ രജീഷ് പോവിൽ, PA പുരുഷോത്തമൻ, വിഭീഷ്, പ്രഭിൻലാൽ എന്നിവർ സംസാരിച്ചു. തിരുവില്ലാമല എരവത്തുടി ശ്രീ അർദ്ധനാരീശ്വരി ക്ഷേത്ര സന്നിധിയിലെ അയ്യപ്പൻ വിളക്ക് മഹോത്സവം ആഘോഷിച്ചു. 5 ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടിയാണ് പാലക്കൊമ്പിന് പുറപ്പെടൽ നടന്നത്. കൊമ്പൻ പാമ്പാടി രാജൻ തിടമ്പേന്തി. തുടർന്ന് ചോറ്റാനിക്കര വിജയന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും അരങ്ങേറി. പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും സംയുക്തമായി ആഘോഷിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. ദേവമാത കോർപ്പറേറ്റ് മാനേജർ ഫാദർ സന്തോഷ് മുണ്ടൻമാണി പ്രതിഭകളെ ആദരിച്ചു. ലിറ്റിൽ ഫ്ലവർ LP സ്കൂൾ പ്രധാന അധ്യാപിക PP പ്രിൻസി, വാർഡ് മെമ്പർ ധന്യ സിബിൽ, PTA പ്രസിഡന്റ് VV സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള സംഗീത നാടക അക്കാദമി ഈ മാസം 25 മുതൽ ഫെബ്രുവരി 1 വരെ സംഘടിപ്പിക്കുന്ന ഇറ്റ്ഫോക്കിന്റെ തീം ലോഗോ പ്രകാശനം ചെയ്തു. അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ രാഗശില്പി ആർട്ടിസ്റ്റ് സുജാതൻ ലോഗോ പ്രകാശനം ചെയ്തു. അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി, അക്കാദമി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ MB ശുഭ, പ്രോഗ്രാം ഓഫീസർ VK അനിൽകുമാർ, ഫെസ്റ്റിവൽ കോർഡിനേറ്റർ ജലീൽ T കുന്നത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,715, പവന് 1,1720 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർ അറസ്റ്റിൽ. സ്വർണ്ണക്കൊള്ളയ്ക്ക് പോറ്റിക്ക് അവസരമൊരുക്കി നൽകിയത് തന്ത്രിയാണെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. സ്വർണ്ണക്കൊള്ളയിൽ EDയും കേസെടുത്തു. മന്ത്രി MP രാജേഷിനെതിരെ പേരാമംഗലം പോലീസിൽ പരാതി നൽകിയ അടായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ അക്കര. താൻ നൽകിയ പരാതി മൂലമാണ് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണം പ്രതിസന്ധിയിലായതെന്ന മന്ത്രിയുടെ പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് അനിൽ അക്കര. 64ാം സംസ്ഥാന സ്കൂൾ കലോത്സവവേദിക്ക് താമരയുടെ പേര് ഒഴിവാക്കിയതിൽ പ്രതിഷേധം. യുവമോർച്ച പ്രവർത്തകർ തൃശൂർ ടൗൺ ഹാളിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. താമരയുടെ പേര് ഒഴിവാക്കിയത് ബോധപൂർവമല്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. ജില്ലയിൽ വാഹനാപകടങ്ങളിൽ 3 യുവാക്കൾക്ക് ദാരുണാന്ത്യം. കുന്നംകുളത്ത് ബൈക്ക് നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലിടിച്ച് 2 യുവാക്കളും തിരുവത്രയിൽ അജ്ഞാത വാഹനം ഇടിച്ച് ബൈക്ക് യാത്രികനും മരിച്ചു. ചൂണ്ടലിൽ 4 അംഗ സംഘം വീട് കയറി ആക്രമിച്ചു. ആക്രമണത്തെ തുടർന്ന് ദമ്പതികൾക്ക് പരിക്കേറ്റു. വാഹനങ്ങൾ തല്ലിത്തകർന്നു. എരുമപ്പെട്ടി തിപ്പല്ലൂർ മാഞ്ഞാർപാടത്ത് കാട്ടുപന്നികൾ നെൽകൃഷി നശിപ്പിക്കുന്നത് പതിവാകുന്നു. കാട്ടുപന്നികളെ പിടികൂടാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർ രംഗത്ത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.